ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ്. നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും കഴിച്ച് നോക്കണം. മക്കളെ ലഞ്ച് ബോക്സ് ഒന്ന് കാലിയാവുന്ന വഴി അറിയില്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. നല്ല ചൂടായ പാനിലേക്ക് ഞാൻ നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, RKG നെയ്യ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ സേമിയ നന്നായിട്ട് വറുത്തെടുക്കണം, ഒരു ബ്രൗൺ കളറാവുന്ന വരെ. കരിയരുത്, അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടി പിടിച്ചാലൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കാം. ശേഷം ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടാം. ശേഷം ഞാൻ ഇതിലേക്ക് ചിക്കൻ ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനല്ല വെജിറ്റബിൾ മതി എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചെറിയ പീസ് നന്നായിട്ട് കരിയാണ്ടൊക്കെ നിൽക്കണം. ഇത് ചെറിയ ചെറിയ പീസായത് കാരണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ അതാ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല റെഡ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചിക്കൻ ആദ്യം മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെക്കാം. ഞാനതൊന്നും ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ഓൾറെഡി ചിക്കൻ വറുത്ത് കോരിയ എണ്ണ ബാക്കിയിട്ട് ആ എണ്ണ കൊണ്ട് തന്നെയാണ് ഞാൻ ബാക്കി മസാല ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നമ്മൾ തരിയില്ലാണ്ട് എണ്ണ മാത്രം മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ആ എണ്ണ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സവാള പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് എന്ത് ചെയ്യാം, വേവിക്കുക. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്താൽ അതൊരു നല്ലൊരു സ്മെല്ലാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിതവിടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ല ഇങ്ങനെ മൂക്കിലൂടെയൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, നല്ല തക്കാളി ഇട്ട് കൊടുത്ത് ഒരു ഹാഫ് തക്കാളിയാണ് ഞാൻ ഇടുന്നത്. അത് ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര സേമിയാണ് എടുക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഹാഫ് എടുത്തിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നല്ല പേസ്റ്റ് ആക്കിയതല്ല, ഒരു തരിയോട് കൂടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നന്നായിട്ട് വേവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എല്ലാവരോടും പ്രത്യേകം പറയണം, ഒരിക്കലും തണുത്ത വെള്ളം ഉപയോഗിക്കരുത്, ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ സേമിയ പൊങ്ങിക്കിടക്കുന്നവരെ, അതിന് മുകളിലേക്ക് കിടക്കുന്നവരെ മാത്രം വെള്ളം മതി, കൂടുതൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ സേമിയൊക്കെ ആകെ അങ്ങനെ ഒട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ ഞാനൊരു നാരങ്ങ നീരുങ്ങും ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഒരു 20 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ഒക്കെ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സേമിയ ബിരിയാണി എന്തായിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഞാൻ വെറുതെ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് മാത്രമല്ല പറയുന്നത്, നല്ല അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. നമ്മൾ ഒരു വെറൈറ്റി, കാരണം എന്നും നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലെയല്ല, ഇതൊരു വെറൈറ്റി. ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ടേബിളിലൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചിക്കൻ്റെയൊക്കെ പീസ് നിങ്ങൾക്ക് എത്രയോ വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം കുറക്കാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ.
ഇക്ക എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മളെ ഡിഷ്? സൂപ്പറായിട്ടോ, അടിപൊളിയാ? അടിപൊളിയായിരുന്നു. എന്ത് ടേസ്റ്റാ വരുന്നത്? ബിരിയാണിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ബിരിയാണി ടേസ്റ്റ് അല്ല, ബിരിയാണി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കളെ ലഞ്ച് ബോക്സ് കാലിയാവുന്നൊന്നും അറിയേയില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.